നമസ്കാരം. ഇതൊരു കടപ്പാടിന്റെ വാർത്തയാണ്. ഒരു പാർട്ടിക്ക് വേണ്ടി, തന്റെ അച്ഛന് വേണ്ടി വേദനകളും യാതനകളും അനുഭവിച്ച തന്റെ ജീവിതം തന്നെ അവർക്ക് വേണ്ടി ഹോമിച്ച ഒരു പെൺപുലിയുടെ കഥ. അങ്ങനെ ആ പെൺപുലിക്ക് വേണ്ടി ആ പാർട്ടി നടത്തുന്ന കടപ്പാടും നമ്മുടെ കഥയിലെ അവിഭാജ്യ ഘടകമാണ്. മറ്റൊന്നുമല്ല, മാസപ്പടി വിഷയത്തിൽ മുഖ്യന്റെ മകൾ വീണ വിജയൻ അന്വേഷണത്തിൽ പെട്ടെങ്കിലും നമ്മുടെ മുഖ്യന്റെ മകളെ അങ്ങനെ അങ്ങ് തൊഴിലാളി പാർട്ടിക്ക് തള്ളിക്കളയാനാവുമോ? അദ്ദേഹത്തിന്റെ ഒരേയൊരു മകളല്ലേ, പാർട്ടിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടതല്ലേ. അതുകൊണ്ടാവാം നന്ദി സൂചകമായി മോൾക്ക് പാർട്ടിയുടെ വക സ്നേഹ സമ്മാനം, ഒരു ക്ലീൻ ചിറ്റ്. അതായത് CMRL എക്സാലോജിക് ഇടപാടിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെ ന്യായീകരിക്കാനുള്ള ക്യാപ്സ്യൂൾ തയ്യാറാക്കി CPM രംഗത്തെത്തി. ഇതാണ് പറയുന്നത്, എന്ത് വന്നാലും ഒറ്റക്കെട്ടായി നേരിടാൻ ചെങ്കൊടി പാർട്ടി രംഗത്തെത്തുമെന്ന്. പക്ഷേ കഥയിൽ വേറൊരു ട്വിസ്റ്റ് ഉണ്ട്. ഇതേ ചെങ്കൊടി പാർട്ടി തന്നെ CPM സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരിക്കെതിരെ കേന്ദ്ര ഏജൻസികൾ കേസെടുത്തപ്പോൾ പാർട്ടി രേഖാമൂലം ഇത്തരത്തിൽ വിശദീകരണം നടത്തിയിരുന്നില്ല. കേസിന്റെ വഴിക്ക് പോകുമെന്നായിരുന്നു അന്നത്തെ പാർട്ടിയുടെ വിശദീകരണം. അപ്പോ ഇത് പക്ഷഭേദമല്ലേ? അതവരുടെ കാര്യം. നേതാക്കളുടെ കുടുംബത്തിന് നേരെ ഉയർന്ന ആരോപണം രേഖയിലൂടെ കീഴ്ഘടകങ്ങളിൽ വിശദീകരിക്കുന്നത് സത്യത്തിൽ ഒറ്റപ്പെട്ട സംഭവമാണ്, അപൂർവങ്ങളിൽ അപൂർവമാണ്. ഇത് CPM കൂടി ഉൾപ്പെട്ട പ്രതിസന്ധിയുടെ തെളിവാണ് എന്ന് വേണം അപ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ. എന്തായാലും ക്ലീൻ ചിറ്റ് എന്ന ഈ ക്യാപ്സ്യൂളുകൾ കീഴ്ഘടകങ്ങളും അണികളും വിഴുങ്ങിയാൽ മാത്രം മതിയെന്നാണ് നിലവിലെ സ്ഥിതി. പാർട്ടിക്ക് കൂടി അന്വേഷണം തിരിച്ചടിയായി മാറുമെന്ന അവസ്ഥയിലാണ് എക്സാലോജിക്കിനെ ന്യായീകരിക്കുക എന്ന ദൗത്യം പാർട്ടി ഏറ്റെടുത്തിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം. കേന്ദ്ര സർക്കാരിന്റെ കേരളത്തിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ വിശദീകരിക്കുന്ന ഭാഗത്താണ് എക്സാലോജിക്കിനെ കുറിച്ചും പറയുന്നത്. മുഖ്യമന്ത്രിയെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്നതിനാണ് മകൾ വീണയെ ലക്ഷ്യമിടുന്നതെന്നും രേഖയിൽ വിശദീകരിക്കുന്നു. ചുരുക്കി പറഞ്ഞ വീണ്ടെടുത്ത് കിടന്ന് ഉരുളുക എന്നും ഇതിനെ ഉപമിക്കാമെന്ന് സാരം. ഇതെന്റെ അഭിപ്രായമല്ല, എല്ലാം കൂടി കണ്ട് നാട്ടുകാർ തന്നെ പറയുന്നതാണ്. രേഖയിൽ പറയുന്നത് ഇങ്ങനെ: വ്യക്തമായ കണക്കുകളോടെ ബാങ്കുകളിലൂടെ നടത്തിയ എക്സാലോജിക് കമ്പനിയുടെ ഇടപാടുകൾ പോലും വക്രീകരിക്കാനുള്ള നടപടികളാണ് സ്വീകരിച്ചത്. കമ്പനിക്ക് പോലും പരാതിയില്ലാത്ത വിഷയത്തിൽ ഇക്കാര്യത്തിൽ അവരുടെ വാദം പോലും കേൾക്കാതെയാണ് പ്രചരണം നടന്നത്. സംസ്ഥാനത്തിന്റെ വികസന പ്രവർത്തനത്തെയും സംസ്ഥാന സർക്കാരിനെയും തേജോവധം ചെയ്യുകയെന്നത് തങ്ങളുടെ രാഷ്ട്രീയ അജണ്ടയായി തന്നെ അവർ മുന്നോട്ട് വെക്കുകയാണ് എന്ന് രേഖയിൽ പറയുന്നു. മുഖ്യമന്ത്രിയുടെ മകളുടെ പേരോ എക്സാലോജിക്കിന് പണം കൈമാറിയ CMRLന്റെ പേരോ രേഖയിൽ എവിടെയും പരാമർശിക്കുന്നില്ല. സർക്കാരിന്റെ വികസനത്തിന് മാത്രമല്ല, മുഖ്യമന്ത്രി പിണറായി വിജയനെയും ഒറ്റുതിരിഞ്ഞ് ആക്രമിക്കുകയെന്ന നിലപാടും സ്വീകരിക്കുകയാണ്. മുഖ്യമന്ത്രിയെ വ്യക്തിപരമായി തേജോവധം ചെയ്യുകയെന്ന ലക്ഷ്യത്തോടെ നിരവധി കള്ളക്കഥകൾ മെനയുന്ന രീതി കേന്ദ്ര ഏജൻസികളുടെയും അതുപോലുള്ള സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ നടന്നു വരികയാണെന്നും രേഖയിൽ പറയുന്നു. ഞാൻ ചോദിക്കട്ടെ, ഈ വെള്ളപൂശി ഇത് എങ്ങോട്ടാ? അറിയാത്തോണ്ടാ? അതേസമയം ആകാശം ഇടിഞ്ഞു വീണാലും ഇതൊന്നും തങ്ങളെ ബാധിക്കുന്ന വിഷയമല്ലെന്ന മട്ടിൽ അന്വേഷണവുമായി മുമ്പോട്ട് നീങ്ങുകയാണ് SFIO. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ എക്സാലോജിക് കമ്പനിക്ക് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് സമൻസ് അയച്ചു. കരിമണൽ കമ്പനിയായ CMRLും എക്സാലോജിക്കുമായുള്ള സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച അന്വേഷണത്തിന്റെ ഭാഗമായാണ് വിവിധ രേഖകൾ ആവശ്യപ്പെട്ട് സമൻസ് നൽകിയിരിക്കുന്നത്. നേരത്തെ CMRLും KSIDCയിലും നേരിട്ടുള്ള പരിശോധനയ്ക്ക് മുന്നോടിയായി നൽകിയ നോട്ടീസാണ് വീണയുടെ കമ്പനിക്കും നൽകിയിരിക്കുന്നത്. കമ്പനിയുടെ സേവനം, സാമ്പത്തിക ഇടപാടുകൾ എന്നിവ സംബന്ധിച്ച രേഖകളാണ് നൽകേണ്ടതെന്നാണ് ഹർജിയിൽ വ്യക്തമാക്കുന്നത്. കൂടാതെ ഇവിടെ ഇങ്ങനെയൊക്കെ കോളിളക്കം സംഭവിക്കുമ്പോൾ ഇതിനേക്കാൾ രസകരമായ മറ്റൊരു വാർത്ത കൂടി നമ്മുടെ മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ സംബന്ധിച്ച് വീണ്ടും പുറത്തു വരുന്നു. കേന്ദ്രം ഞെരുക്കുന്നു എന്ന് അലമുറയിടുന്ന സംസ്ഥാന സർക്കാരിന്റെ സമരം അങ്ങ് ഡൽഹിയിൽ നടക്കുന്ന അതേ സമയം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭാര്യ കമലാ വിജയന്റെ ചികിത്സാ ചെലവുകൾക്ക് അനുവദിച്ചത് 2,69,434 രൂപ. 2023 ജൂലൈ 24 മുതൽ ആഗസ്റ്റ് 2 വരെയുള്ള കാലയളവിൽ നടത്തിയ ചികിത്സയുടെ തുകയാണിത്. പൊതുഭരണ വകുപ്പാണ് തുക അനുവദിക്കുന്നത്. സംസ്ഥാന സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നും പെൻഷൻ നൽകാൻ കൂടി പണമില്ലെന്ന് ആവർത്തിക്കുന്നതിന് ഇടയിലാണ് സർക്കാർ 2.7 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ഭാര്യയുടെ ചികിത്സാ ചെലവിനായി നൽകിയിട്ടുള്ളത്. അല്ല, ഒന്ന് ചോദിച്ചോട്ടെ, ഏത് ഭാഗത്തായിട്ടാണ് സർക്കാർ ഈ ഞെരുക്കം? ഒന്ന് വിശദീകരിക്കാമോ? എന്തായാലും കേരളത്തിലെ ജനങ്ങൾക്ക് എന്നും ഉറങ്ങിയെണീക്കുമ്പോൾ നല്ല രസമാണ് ദിനം പ്രതി പുറത്തു വരുന്നത്. അത്തരത്തിലുള്ള രസകരമായിട്ടുള്ള കഥകളാണല്ലോ പുറത്തു വരുന്നത്. എല്ലാം ഒന്നിനൊന്ന് മികച്ചതാണ്. എന്തായാലും നിങ്ങൾ ഇതൊക്കെ കേട്ടിരിക്കെ ഞാൻ അടുത്ത കഥ ചോദിച്ചറിഞ്ഞിട്ട് വരാം.